ഇന്നത്തെ ഒരു വാർത്ത കേട്ടു, പോലീസിനെ വെല്ലുവിളിച്ച് ഒരു പയ്യൻ ഗുണ്ട. പക്ഷെ വെറുതെ പോലീസിനൊന്നും വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇപ്പം നല്ല സുമുഖനായിട്ടിരിക്കും, ശുങ്കനായിട്ടും നല്ല ആരോഗ്യവാനായിട്ടും എല്ലാം കിട്ടും. നമ്മളെ നിയമപാലകന്മാരെ ഒരു കാരണത്താലും അവരെ ക്ഷോഭിപ്പിക്കാൻ പാടില്ല. ആ നല്ല രക്തപ്രകാശമുള്ള മുഖവും കാലും കൈയും എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിയെടുക്കുന്നത്? പിന്നെ സോമാലിയയിലെ പോലെ അവരെ പോലെ ആയിത്തീരും, ശരീരമെല്ലാം ശുഷ്കിച്ച്. ഒരിക്കലും നമ്മൾ പോലീസുകാരോട് മാത്രം കളിക്കരുത്. വെല്ലുവിളിയും ഒന്നും പാടില്ല. നിങ്ങൾ നിങ്ങളെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നടത്തിക്കോളൂ. നിങ്ങൾ വെറുതെ എന്തിനാ പോലീസിന്റെ മേത്തിട്ട് കയറുന്നത്? ഒരു കാര്യമില്ല. ഇന്നിപ്പോൾ ഗുണ്ടായിസം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇപ്പം എല്ലാവർക്കും ഗുണ്ടയാ. ഓരോ കുടുംബത്തിലുള്ള ബാധ്യതകൾ കൊണ്ടാണ് ഗുണ്ടകളൊന്നും ആകാത്തത്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഗുണ്ടകളും ക്രിമിനലുകളും എല്ലാം. നമ്മളെ മനുഷ്യ ശരീരത്തിൽ എല്ലാ സ്വഭാവവും ഉണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരും വിചാരിക്കും ഇതൊന്നും വലിയൊരു ഇതൊന്നും അല്ല. ക്രിമിനൽ വേണമെങ്കിൽ നമ്മളെ മനസ്സിൽ നമുക്ക് ക്രിമിനലാ. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും അടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഗുണ്ടയാണെ ഗുണ്ടയായിത്തീരാ, ക്രിമിനലാണെ ക്രിമിനലായിത്തീരാ. മനസ്സിലായില്ലേ? നമ്മളെ മനസ്സിനെ വലുതാക്കുക. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ആരെയും വെല്ലുവിളിക്കാനോ ഒന്നിനും പോവാതെ നമ്മളെ ജോലി ചെയ്ത് നമ്മൾ പോവാ. ഇല്ലെങ്കിൽ സോമാലിയെ കിടക്കുന്ന ആൾക്കാരെ മാതിരി ശുഷ്കിച്ചു പോകും ശരീരം. അതുകൊണ്ട് പോലീസിനോട് മാത്രം കളിക്കരുത് സാറേ.